ഹലോ, നമ്മൾ ഇനി പഠിക്കുന്നത് ഒക്ടൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ആണ്. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ കാണുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. നമുക്കിനി ഒക്ടൽ ടു ഹെക്സാഡെസിമൽ പഠിക്കാം. ഓക്കെ, നമ്മൾ ഒക്ടൽ ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ബേസ് 8 ഉള്ള വാല്യൂസ് ആണ് ഒക്ടൽ വാല്യൂ. അതിന് ഹെക്സാഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യേണ്ട വേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒക്ടലിനെ ബൈനറി ആക്കുക, ബൈനറിനെ ഹെക്സാഡെസിമൽ ആക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു വാല്യൂ എടുക്കുകയാണ്. 765 എന്ന് പറയുന്ന ഒരു വെക്ടർ വാല്യൂ എടുത്തു. അത് നമ്മൾ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആ വാല്യൂസിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. 765 എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് സ്പേസ് കൊടുത്ത് എഴുതി. ദെൻ നമ്മൾ 7നെ കറസ്പോണ്ട് ചെയ്യുന്ന ഒക്ടൽ വാല്യൂ നോക്കുകയാണെങ്കിൽ 111 എന്നാണ് അത് നമ്മൾ എഴുതി. അതേപോലെ അടുത്തത് 6നെ കറസ്പോണ്ട് ചെയ്യുന്നത് 110 ആണ്, അപ്പൊ അത് എഴുതുക. ദെൻ നമുക്ക് 5നെ കറസ്പോണ്ട് ചെയ്യുന്നത് 110 ആണ്, അതും എഴുതുക. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം കൂടെ ഒറ്റ വാല്യൂ ആക്കി മാറ്റുക. സ്പേസ് കളഞ്ഞ ഒറ്റ വാല്യൂ ആക്കി. ദെൻ 4 വാല്യൂസ് വെച്ചിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം. റൈറ്റ് എൻഡിൽ നിന്ന് 4 വാല്യൂസ് വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ വന്നു അവസാനം 1 വരുമ്പം 1നെ ഒരു 4 ബിറ്റുള്ള വാല്യൂ ആക്കി മാറ്റാൻ വേണ്ടി 1ന് ശേഷം അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് അഡീഷണൽ സീറോസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, എത്ര സീറോസ് വേണോ അത്രയും സീറോസ് ഇട്ട് കൊടുക്കുക. അപ്പം ഇനി അതിനെ കറസ്പോണ്ട് ചെയ്യുന്ന ഒക്ടൽ വാല്യൂസ് എഴുതിയാൽ മതി. അപ്പൊ 0001 എന്ന് പറഞ്ഞാൽ 1 ആണ്. 001 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1 വരും. ദെൻ 1111 എന്ന് പറഞ്ഞാൽ 15 ആണ്, 15 വരും. ദെൻ 0101 എന്ന് പറഞ്ഞാൽ 0101 എന്ന് പറഞ്ഞാൽ 5 ആണ്, അപ്പൊ അതും വന്നു. ഇനി 15നെ കറസ്പോണ്ട് ചെയ്യുന്ന ഹെക്സാഡെസിമലിലേക്കുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 15നെ കറസ്പോണ്ട് ചെയ്യുന്ന എഫ് ആണ്. നോക്കിയാൽ അറിയാം, അത് കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് 1F5 എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ വാല്യൂ ആണ്. ഇങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് ഒക്ടലിനെ ഹെക്സാഡെസിമൽ ആയിട്ട്. ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.